കേരള സ്റ്റേറ്റ് സർവീസ് ലീഗ് നെന്മാറ ബ്ലോക്ക് മെമ്പർമാരുടെ വാർഷിക ജനറൽ ബോഡിയും കുടുംബ സംഗമവും നടത്തി. നെന്മാറ ആർജിഎം ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. സംഗമത്തിൽ അംഗങ്ങൾ, മഹിളാ മെമ്പർമാർ, കുടുംബാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. സർവീസ് ലീഗ് ജില്ലാ ട്രഷറർ കെ വേലു വാർഷിക യോഗവും കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്തു. അങ്ങനത്തെ ഉള്ളവർ കാർഡ് തിരിച്ചു കൊടുക്കണം. രണ്ടാമത് ഡെത്ത് കേസായിട്ടുള്ള കാർഡ് ഉണ്ടെങ്കിൽ, അതായത് ഫാദറോ മദറോ ആരെങ്കിലും നമ്മുടെ ഡെത്തായി അവരുടെ കാർഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതും ഡിപ്പോസിറ്റ് ചെയ്യണം. അത് നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അതുമാതിരി കല്യാണം കഴിഞ്ഞ് നമ്മുടെ മക്കളുടെ 25 വയസ്സ് കൂടിയ മക്കളുടെ കാർഡെല്ലാം നമ്മൾ തിരിച്ചു അവിടെ ഏൽപ്പിക്കേണ്ടതാണ് സമയത്തിന്. പിന്നെ പട്ടാളത്തിൽ ജോലി ചെയ്തതിന് ശേഷം DSCയിലോ കേന്ദ്ര ഗവൺമെന്റ് ജോലിയിലോ പോയിട്ടുണ്ടാവും. അവിടുന്ന് 1000 രൂപ നമ്മൾ ഇപ്പോഴും പല ആൾക്കാരും വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇന്നല്ലെങ്കിൽ നാളെ പലിശ സഹിതം നമ്മളെ നിന്ന് പിടിക്കുന്നതായിരിക്കും. കരൾ മാറ്റിവെക്കൽ, കിഡ്നി മാറ്റിവെക്കൽ, 2 ശസ്ത്രക്രിയയും മാറ്റിവെക്കുന്നത് 2 അമൃത ഹോസ്പിറ്റലും ലേക്ഷർ ഹോസ്പിറ്റലും ഇപ്പോൾ സൗകര്യപ്പെട്ടിട്ടുണ്ട്. കരൾ മാറ്റിവെക്കുന്നതിന് ഗവൺമെന്റ് റേറ്റ് 36 ലക്ഷം രൂപയും കിഡ്നി മാറ്റിവെക്കലിന് 19 ലക്ഷം രൂപയാണ് ഗവൺമെന്റ് തരുന്നത്. പക്ഷെ അത് നമ്മുടെ ഡോണർ എന്ന് പറയുന്നത്, അതായത് തരുന്ന ആള് ECHന്റെ നമ്മുടെ വൈഫോ ആരെങ്കിലും ആണെങ്കിൽ, ഇല്ലെങ്കിൽ ECH ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആണെങ്കിൽ ആ ട്രീറ്റ്മെന്റും ECHൽ പോകും. അല്ലാതെ പുറത്തുനിന്നൊരു ഡോണറാണ് ECHൽ വരാത്ത ഒരാളാണെങ്കിൽ അതിന്റെ ചെലവ് നമ്മൾ എടുക്കേണ്ടതാണ്. പിന്നെ ആയുർവേദം, നമുക്ക് ആയുർവേദ ട്രീറ്റ്മെന്റ് എടുക്കാം. പക്ഷെ പ്രൈവറ്റ് ഒരു ആയുർവേദ ഹോസ്പിറ്റലും പാലക്കാട് ജില്ലയിലുമില്ല. കേരളത്തിൽ 3 ഹോസ്പിറ്റലേ ഉള്ളൂ. ഒന്ന് കണ്ണൂര്, ഒന്ന് കോഴിക്കോട്, ഒന്ന് തിരുവനന്തപുരം. ബാക്കി നമുക്ക് ആയുർവേദ ട്രീറ്റ്മെന്റ് എടുക്കണമെങ്കിൽ ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലുകളോ സെൻട്രൽ ഗവൺമെന്റിന്റെ ഷൊർണൂരുള്ള ഹോസ്പിറ്റലോ പോയി നമുക്ക് എടുക്കാൻ പറ്റും. അതിലേക്ക് മാറാം. KCEL നെന്മാറ ബ്ലോക്ക് പ്രസിഡന്റ് M ചന്ദ്രൻ അധ്യക്ഷനായി. M പരമേശ്വരൻ, M മുഹമ്മദ് അലി, G ഗോപി, P മാധവൻ, രാധാ ശാന്തകുമാർ, സുമതി കണ്ഠൻ, സുജാത ബാലൻ എന്നിവർ പ്രസംഗിച്ചു. 80 വയസ്സ് കഴിഞ്ഞവരെ ആദരിക്കൽ, ബോർഡ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ ആദരിക്കൽ എന്നിവയും ഉണ്ടായിരുന്നു.